നമസ്കാരം. എല്ലാ കണ്ണുകളും ഇപ്പോൾ റാഫയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ സെലിബ്രിറ്റികൾക്കിടയിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകവ്യാപകമായി പ്രചരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഓൾ ഐസ് ടു റാഫ എന്ന പേരിലുള്ളത്. റാഫ ഗാസ നഗരത്തിലെ ഒരു ചെറിയ ടൗണാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടവൊന്നും വഴുതക്കാടും എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ആ ഗാസ നഗരത്തിൽ 23 ലക്ഷം പേർ തങ്ങിപ്പാർക്കുന്ന വലിയ ഗാസ നഗരത്തിലെ ഒരു ടൗണാണ് റാഫ. റാഫയിലാണ് ഗാസയിൽ യുദ്ധം വ്യാപിച്ചപ്പോൾ ഫലസ്തീനികൾ അഭയം തേടിയത്. ആ റാഫയിലേക്കും ഇസ്രായേൽ ബോംബാക്രമണം തുടങ്ങി. അനേകം പേർ കൊല്ലപ്പെട്ടു. ആശുപത്രികളും മറ്റും തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. വടക്കൻ ഗാസയെ തരിപ്പണമാക്കിയ ഇസ്രായേൽ സേന തെക്കൻ ഗാസയിലേക്ക് ആക്രമണം വ്യാപിച്ചതോടെയാണ് മലയാളികൾ അടങ്ങുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഓൾ ഐസ് ടു റാഫ ക്യാമ്പയിൻ തുടങ്ങിയത്. വളരെ നല്ല കാര്യമാണ്, ഒരു തരത്തിലും വിയോജിപ്പില്ല. റാഫയിലെ നിരപരാധികൾ കൊല്ലപ്പെടേണ്ടവരല്ല, നിരപരാധികൾ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നു അവരുടെ പൗരന്മാർക്ക് സുരക്ഷിതമായി കഴിയണം. ഹമാസ് അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് ഹമാസിനെ തച്ചുടച്ച് അവസാനിപ്പിക്കുമെന്ന്. അവശേഷിക്കുന്ന ചോദ്യം, ഹമാസിനെ ഇസ്രായേലിന് തുടച്ചു നീക്കാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ലേ? എങ്കിൽ പിന്നെ എങ്ങനെ ഫലസ്തീനികൾ സമാധാനത്തോടെ ജീവിക്കും? ഈ ചോദ്യത്തിനാണ് ലോകം ഉത്തരം കാണേണ്ടത്. ഇസ്രായേൽ വിചാരിക്കുന്നത്ര എളുപ്പമല്ല ഹമാസിനെ തുടച്ചു നീക്കാൻ എന്നതാണ് സത്യം. യുദ്ധം തുടങ്ങിയിട്ട് 8 മാസമാകുന്നു. ഇതുവരെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരുമൊക്കെ ഒളിവിൽ താമസിക്കുന്നത് ഗാസയിലെ തുരങ്കങ്ങളിലാണ്. അതുകൊണ്ട് ഇസ്രായേലിന് നിരപരാധികളുടെ ജീവൻ എടുത്തു മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല, നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് നിലപാട് തിരുത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയേ മതിയാവൂ. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ഇസ്രായേൽ പിറകോട്ട് വലിയുന്നു. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യം പിന്നീട് നിർവഹിച്ചോളാം, തൽക്കാലം യുദ്ധം അവസാനിക്കട്ടെ എന്ന വിട്ടുവീഴ്ചയിലേക്ക് ഇസ്രായേൽ മാറുന്നു. ഈ യുദ്ധചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ്. ഹമാസിനെ തുടച്ചു നീക്കാൻ ഇപ്പോൾ തങ്ങൾക്ക് വാശിയില്ല എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നിടത്ത് മാത്രമേ യുദ്ധം അവസാനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആ അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അമേരിക്ക ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നു. വ്യാഴാഴ്ചയാണ് ആ പ്രപ്പോസൽ അമേരിക്ക ഹമാസിന് അയച്ചു കൊടുത്തത്. ഹമാസ് അത് തള്ളിക്കളഞ്ഞിട്ടില്ല, ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ഇസ്രായേൽ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിലും സ്വാഗതാർഹമെന്ന് പറയുന്നു. ആദ്യമായാണ് ഒരു സമാധാന കരാറിനെ 2 കൂട്ടരും പോസിറ്റീവായി പ്രതികരിക്കുന്നത്. ഇത് നടപ്പിലാക്കേണ്ട ബാധ്യതയാണ് ലോക സമൂഹത്തിനുള്ളത്, റാഫയിലേക്ക് കണ്ണു നട്ടവർക്കുള്ളത്. 3 ഫേസുള്ള ഒരു യുദ്ധാവസാന നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. ആദ്യത്തേത് താൽക്കാലിക വെടിനിർത്തലും ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനവുമാണ്. രണ്ടാമത്തേത് സമ്പൂർണ്ണ വെടിനിർത്തലും സമ്പൂർണ്ണ ബന്ദിമോചനവുമാണ്. മൂന്നാമത്തേത് ഗാസയെ പുനരുദ്ധരിക്കാനുള്ള അന്താരാഷ്ട്ര പാക്കേജാണ്. ഈ പ്രപ്പോസലിനോളം മെച്ചപ്പെട്ട പ്രപ്പോസൽ ഇതിനു മുൻപ് ആരും ഉയർത്തിയിട്ടില്ല. ഈ കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചാൽ 1ാം ഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ഈ 6 ആഴ്ച ഇസ്രായേൽ ഒരു ബോംബ് പോലും ഗാസയിലേക്ക് ഇടില്ല. ഹമാസ് ഒരു റോക്കറ്റ് പോലും ഇസ്രായേലിലേക്ക് അയക്കില്ല. ഈ 6 ആഴ്ച കാലയളവിൽ പ്രധാന ശ്രദ്ധ തടവിലാക്കപ്പെട്ട സ്ത്രീകൾ, വൃദ്ധർ, രോഗികൾ, പരിക്കേറ്റവർ ഇവരെ വിട്ടയക്കുക എന്നതാണ്. പകരം ഇസ്രായേൽ ജയിലിലുള്ള നിശ്ചിത എണ്ണം ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. അതത്ര എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവണം. ഇതിനൊപ്പം തന്നെ ഈ 6 ആഴ്ച പീരീഡിൽ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം. യുദ്ധത്തെ തുടർന്ന് സ്വന്തം വീടും ദേശവും ഒക്കെ വിട്ടുപോയവർക്ക് തിരിച്ചെത്താം. അവർക്ക് താമസിക്കാൻ വീടില്ലെങ്കിൽ താൽക്കാലിക വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇടപെടാം. ഒരു ദിവസം 600 ട്രക്കുകൾ ഗാസയിലേക്ക് അയക്കാം. അന്താരാഷ്ട്ര സമൂഹത്തിന് ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇതാണ് ആദ്യത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസ് 6 ആഴ്ചയ്ക്ക് ശേഷമാണ് തുടങ്ങേണ്ടത്. എന്നാൽ അത്ര വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ല 2ാം ഫേസിലെ കരാറ്. കാരണം അത് സ്ഥിര വെടിനിർത്തലാണ്, യുദ്ധാവസാനമാണ്. അത് തീർച്ചയായും അത്ര എളുപ്പത്തിൽ എഗ്രിമെൻറ്റിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് 2ാം ഫേസ് നടപ്പിലാക്കാൻ ആദ്യ ഫേസ് നീട്ടിക്കൊടുക്കേണ്ടതിന് 6 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് വെടിനിർത്തൽ തുടരേണ്ടതുണ്ട്.
അത് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് അതിനുശേഷം മാത്രമേ രണ്ടാം ഫേസ് നടപ്പിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് 6 ആഴ്ച കഴിഞ്ഞാൽ ഉടൻ രണ്ടാം ഫേസിലെ കാര്യങ്ങൾ എഗ്രി ചെയ്തില്ല എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിനിർത്തൽ ലംഘനം സാധ്യമല്ല. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നീക്കമാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എഗ്രിമെൻ്റ് അനുസരിച്ച് അപ്പോൾ ടൈം ഷെഡ്യൂളിൽ ചെയ്യണമായിരുന്നു. രണ്ടാം ഫേസ് തുടങ്ങാനും അത് പൂർത്തിയാക്കാനും ആവശ്യത്തിലധികം സമയം അനുവദിച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റും കരാറും പൂർത്തിയാകുന്നത് വരെ ഒന്നാം ഫേസ് തുടരേണ്ടതുണ്ട്. സ്ഥിരം വെടിനിർത്തലാണ്, അതായത് യുദ്ധാവസാനമാണ്. ഒരു കാരണവശാലും ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പാടില്ല, ബോംബിടാൻ പാടില്ല. പക്ഷേ അതിന് നിബന്ധനയായി സകല ഹോസ്റ്റേജിനെയും, തടവിലാക്കപ്പെട്ടവരെയും വിട്ടയക്കണം. ആദ്യം ഹമാസ് ചെയ്യേണ്ടത് സകലരെയും വിട്ടയക്കുക, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും പട്ടാളക്കാരെയും ഒക്കെ വിട്ടയക്കുക. ഫലസ്തീൻ തടവുകാരെ പകരം എത്ര പേരെ തിരിച്ചയക്കണമെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കുക. ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറുക. നേരത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറിയെങ്കിലും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഗാസ. ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസയിൽ നിന്നും പിന്മാറുക. അങ്ങനെ സമ്പൂർണ്ണ വെടിനിർത്തൽ. ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പിന്മാറുന്നു, അതിനു മുൻപ് സകലരെയും വിട്ടയക്കുന്നു. ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് എല്ലാ സൗകര്യങ്ങളും എത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ ഖത്തറും അമേരിക്കയും ഈജിപ്തും ഈ ഘട്ടത്തിന് നേതൃത്വം കൊടുക്കും. ചർച്ചകളിലൂടെയാണ്, സമവായത്തിലൂടെയാണ് ഈ ഘട്ടം പൂർത്തിയാവേണ്ടത്. അതിന് കൃത്യമായ സമയനിഷ്ഠയില്ല. ഇനിയാണ് അടുത്ത ഘട്ടം, 3-ാം ഘട്ടം. ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറി കഴിഞ്ഞിരിക്കുന്നു. ഗാസ അതിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇനി റീകൺസ്ട്രക്ഷൻ്റെ, പുനഃസൃഷ്ടിയുടെ നാളുകളാണ്. അപ്പോൾ ഒരു നിബന്ധനയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബന്ദിയെക്കുറിച്ച് വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിൽ, കൊല്ലപ്പെട്ടവരടക്കമുള്ളവരുടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തീർക്കണം, തിരിച്ചയക്കണം. പിന്നെ ഗാസയുടെ പുനരധിവാസമാണ്. അമേരിക്ക നേതൃത്വം കൊടുക്കും, ഖത്തർ നേതൃത്വം കൊടുക്കും, ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഒരുമിച്ച് നേതൃത്വം കൊടുക്കാം. ഗാസയെ പുനഃസൃഷ്ടിക്കാം, ഗാസയിൽ പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാം. ഇതാണ് നിബന്ധന. എന്നാൽ ഇസ്രായേലിന് ചെറിയൊരു ആശങ്കയുണ്ട്. ഒക്ടോബർ 7-ന് ആക്രമണം നടത്തിയ ഹമാസ് ഇങ്ങനെ തുടർന്നാൽ അത് എന്തായിത്തീരും? ഹമാസ് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല, ഹമാസ് ഒരിക്കലും ബോംബിടാൻ പാടില്ല, ഹമാസ് ഒരിക്കലും ഒരു ഇസ്രായേലി പൗരൻ്റെയും ജീവന് തടസ്സമുണ്ടാക്കാൻ പാടില്ല. ഇതാണ് ഈ നിബന്ധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എപ്പോൾ ഹമാസ് അത് ലംഘിക്കുന്നുവോ അന്ന് ഈ കരാറും ലംഘിക്കപ്പെടും. ഇതാണിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സാധ്യത. ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ, ഫലസ്തീനിലെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കരാർ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കണം. അമേരിക്ക മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ മനസ്സോടെയാണെങ്കിലും ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ വഴിയാണ്. ഈ കരാർ നടപ്പിലാകുന്നില്ലെങ്കിൽ നിരപരാധികളായ ഫലസ്തീനികളുടെ വിധി ദാരുണമായി ഇല്ലാതാകാനാണ്. എല്ലാ കണ്ണുകളും ഗസയിലേക്കും റാഫയിലേക്കും ഒക്കെ വിട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇസ്രായേലിനെതിരെ ചെറുവിരൽ അനക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പോലും താല്പര്യമില്ല. വെറുതെ തുർക്കി കിടന്ന് ബഹളം വയ്ക്കുന്നതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. പാവപ്പെട്ട ഫലസ്തീനികൾ ഇഞ്ചിഞ്ചായി ഇല്ലാതായി തീരും. അതുകൊണ്ട് ഫലസ്തീനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നവർ ദയവായി അമേരിക്ക മുമ്പോട്ട് വെച്ച ഈ സമാധാന കരാർ നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തുക. ഫലസ്തീൻ ജനതയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല.